ഇറങ്ങടാ, വാ പോവണ്ടേ. ഇറങ്ങാൻ മാളു. വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പറഞ്ഞേ. ആ ശരിക്കും പറയാൻ പാടോ. അറിയാം. അപ്പൊ അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായി ഹാപ്പി ആയിട്ട് ഇരിക്കാണ്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഹാപ്പി അല്ലേ? പട്ടവായി പേടിയോ? പട്ടവായി അച്ഛയൊക്കെ പഠിച്ച പേടിക്കുമായിരുന്നു ഞാൻ. എന്തിനെ പറഞ്ഞ അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കോ ഇല്ലയോ എന്ന് പേടിയായിരുന്നു. നിങ്ങക്ക് അങ്ങനെ പേടിയുണ്ടോ? അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കില്ലെന്ന് അമ്മളൊരു പേടിയുണ്ടോ? എന്തെന്ന്? തോറ്റു പോവാന്നോ? തോറ്റുപോയി അവിടെ കിടക്കും കേട്ടാ. ഒന്നാം ക്ലാസ് തൊട്ട് തുടങ്ങും. ഇവർക്ക് വെക്കേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ആകെ 10 ദിവസം വെക്കേഷൻ ഉള്ളൂ. പിന്നെ എന്നാടാ 22 മാർച്ച് 22 എക്സാം കഴിഞ്ഞു. പക്ഷെ April 1 തൊട്ട് ഇവർക്ക് ക്ലാസ് ഉണ്ട്. തേർഡ് ഫസ്റ്റും സെക്കൻഡും ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം ക്ലാസ് അല്ലല്ലോ അല്ലേ? നിങ്ങൾക്കല്ലല്ലോ, വലിയ കുട്ടികൾക്കല്ലോ. അത് ഈ തേർഡിന് ക്ലാസ് തുറക്കും. അപ്പൊ ആകെ 10 days ഇവർക്ക് ഗ്യാപ്പ് ഉള്ളൂ. അപ്പൊ ആ ഒരു 10 days നമ്മൾ കറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകാൻ പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ നാട്ടിൽ പോകാനുള്ള സമയമില്ല, ആകെ 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ മെയ്യിൽ ഇവർക്ക് ഏപ്രിൽ തുടങ്ങിയിട്ട് ഏപ്രിൽ ഫുള്ള് ക്ലാസ്, 1 month ഫുള്ള് ക്ലാസ്. എന്നിട്ട് പിന്നെ മെയ്യിലാണ്, ഏപ്രിൽ ലാസ്റ്റാണ് വെക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ മെയ് ആണ് ഫുള്ള് നാട്ടിലുള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂർ പൂരം പെരുന്നാളും എല്ലാം പോയല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കിട്ടിയായിരുന്നു. പോട്ടെ. അപ്പോ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂറ് പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സൂഡിയോ. അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങണം. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എവിടെയാണ് പോകണമെന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ സൂഡിയോ. സൂഡിയോ എന്താ വെച്ചാൽ നല്ല വെസ്റ്റേൺ വെയർ ഒക്കെ, നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ഡ്രസ്സസ് ഒക്കെ കിട്ടും. ഇപ്പോൾ കുട്ടികൾക്ക് അതൊക്കെയാണല്ലോ ഇഷ്ടം. നോർമൽ ടീഷർട്ട്സും കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് എപ്പോഴും കൊറിയൻ വൈബാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻസ് കിട്ടാറുണ്ട്. എല്ലാ സ്റ്റുഡിയോയിലും അല്ല കേട്ടോ. നമ്മളിപ്പോൾ പോയത് താമ്പരത്തുള്ള, ചെന്നൈയിലെ താമ്പരത്തുള്ള സ്റ്റുഡിയോയില. അതിലത്ര കളക്ഷൻസ് പോരാ. ചില സ്റ്റുഡിയോയിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ വരുന്ന ഷോപ്പിലൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഏട്ടൻ എന്നോട് ചോദിക്കുകയാണ്, നീ എന്തിനാ അഡൽസിൻ്റെ എന്തിനാ അക്കുനെ നോക്കണം, കിഡ്സ് മുകളിലല്ലേന്ന്. അപ്പം അക്കുനാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്, എൻ്റെ ഒപ്പം എത്താറായി. അപ്പം അവൾക്ക് ഇതിൽ അഡൽസിൻ്റെ എക്സ്ട്രാ സ്മോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെറുതാക്കിയാൽ മതി. നല്ല കുട്ടികളുടെ ഡ്രസ്സിനേക്കാളും കളക്ഷൻ കൂടുതൽ അഡൽസിൻ്റെയിലാണ് കേട്ടോ. വെറൈറ്റി ടോപ്സ് ഒക്കെ ഉള്ളത്, ക്രോപ്പ് ടോപ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് എക്സ്ട്രാ സ്മോൾ എടുത്തു കഴിഞ്ഞാൽ അക്കുന് നല്ല ഭാഗം. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കേണ്ട കാര്യമുള്ളൂ. ഹൈറ്റ് ഉണ്ട് പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ല എന്നുള്ളത് ഉള്ളതേ ഉള്ളൂ. പിന്നെ ജീൻസ് ഒക്കെ നല്ല അഡൽസിൻ്റെ ഒക്കെ സ്റ്റുഡിയോയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ടൈപ്പുള്ള എത്ര വണ്ണമുള്ള ആൾക്കാണെങ്കിലും ജീൻസ് കിട്ടും. അപ്പോൾ എനിക്ക് എപ്പോഴും 38-40 ആണ് ജീൻസ് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഓൺലൈനിലൊന്നും കിട്ടാറില്ല, 36 വരെയാണ് കിട്ടാറുള്ളൂ. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയാൽ റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ജീൻസ് കിട്ടും കേട്ടോ, ഡെനിമിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മാളുമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മാൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അമ്മാളിനോട് ചോദിക്കാം, അമ്മയുടെ മുഖം മാത്രം എടുത്തിട്ട് കാര്യമില്ല, ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മാൾ ഇത്രയും നന്നായി വീഡിയോ എടുക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അവളിങ്ങനെ ചില ആംഗിളൊക്കെ എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ഞാനിനി ഭാവിയിൽ അവളെ എൻ്റെ ക്യാമറാമാൻ ആക്കണോ എന്നുള്ളൊരു സംശയത്തിലാണ്. നന്നായി വീഡിയോ എടുക്കുന്നുണ്ട് കുട്ടിയെ. അപ്പം ഞാൻ ഷർട്ട്സൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇതൊക്കെ അഡൽസിൻ്റെ ആണ് കേട്ടോ. പക്ഷെ എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതാണ്. അപ്പം അക്കുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഷർട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കെട്ടും പൂട്ടുള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഷർട്ടാണെങ്കിൽ ഷർട്ട് പോലെ കിടക്കണം, അല്ലാതെ അവിടെ ഇവിടെ ഒന്നും കെട്ടുപാടില്ല എന്ന് പോലും. അപ്പോൾ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾക്കിപ്പോൾ ലൂസായിട്ട് ഇങ്ങനെ കിടക്കണം, അതാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ ഷോർട്ട്സ് ഇഷ്ടമാണ്. പാൻറ് ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റ്സ് ഒന്നും ഇഷ്ടമില്ല.
ഡെനിമാണെങ്കിലും അതിങ്ങനെ ഒരു റെഗുലർ ഫിറ്റിൽ കിടക്കണം. അങ്ങനെയൊക്കെയാണ് അവരുടെ താല്പര്യം. അപ്പം നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ നമ്മൾ എടുക്കണ്ടേ. അപ്പോൾ ഷോർട്സ് ഞാനിങ്ങനെ 2 എണ്ണം എടുത്ത് കാണിക്കുകയാണ്. ഒരെണ്ണം അച്ചയുടെയിലുണ്ട്, ഒരെണ്ണം അമ്മയുടെയിലുണ്ട്. അപ്പോൾ അവൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എടുത്തോളാൻ പറഞ്ഞിട്ട് നോക്കുക. അപ്പോൾ അച്ചയുടെയിലുള്ള ഈ ലൂസായിട്ടുള്ള ഷോർട്സാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം അങ്ങനെ ഷോർട്സ് എടുത്തു, ഡെനിം ജീൻസ് എടുത്തു, കുറച്ച് ടോപ്സ് എടുത്തു. അപ്പോൾ അമ്മാളുവിന് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാളിന് ഞാനൊരു ഫ്രോക്ക് എടുത്തു കേട്ടോ. അത് സമ്മതിച്ചു ഫ്രോക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഫ്രോക്കൊന്നും ഇടാൻ സമ്മതിക്കില്ല. ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും അല്ലല്ലോ ഇഷ്ടം, കോട്ടണൊന്നും ഇഷ്ടമില്ല, ഷോർട്സും ടീഷർട്സും ആണ്. അതും ഇങ്ങനെ ലൂസായിട്ട് കിടക്കണം. അതെന്തിനാണോ? കുട്ടികൾക്കൊക്കെ കുറച്ച് ടൈറ്റായിട്ട് നല്ല ഡ്രസ്സ് ഇതിങ്ങനെ കിടക്കുന്നതല്ലേ ഭംഗി അവർക്ക്. പക്ഷെ ഇതൊക്കെ അമ്മാളും ഉണ്ട് വീഡിയോ എടുക്കുന്നത്. അതൊക്കെ ഒരു താളത്തിലൊക്കെയാണ്. എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു പിങ്ക് ഷോർട്സ് അമ്മാളൂർ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവൾ ഇട്ടേക്കുന്നത്. നമ്മൾ മുന്നേ പോയി എടുത്തതാണ്. അപ്പം അങ്ങനെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. That's it. This for Akku. അങ്ങനെ നമ്മൾ പകുതി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി, കാരണം ലഞ്ച് പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്റ്റാർബക്സിലായിരുന്നു പോകേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാനും പോണ വഴിക്കാണ് കരിപ്പെട്ടി കാപ്പി. അപ്പോൾ ഞാൻ നമുക്ക് കരിപ്പെട്ടി കാപ്പിന്ന് കോഫി കുടിക്കാം, നാടൻ ഭക്ഷണങ്ങളും കഴിച്ച് ശീലിക്കണമല്ലോ. സ്റ്റാർബക്സിൽ നിന്ന് കോഫി മാത്രം കുടിച്ചാൽ പറ്റില്ലല്ലോ. അവർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റാർബക്സിലെ കോഫി നിർബന്ധം. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് കരിപ്പെട്ടി കാപ്പിയിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കാപ്പി. സ്നാക്സ് ഇവിടെ കിട്ടുന്ന സ്നാക്സ് ഒക്കെ ഹെൽത്തി സ്നാക്സാണ്. അതായത് ജങ്ക് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സ്പൈസി കൊഴുക്കട്ട, പണിയാരം, കോണ് പുഴുങ്ങിയത്, കടല പുഴുങ്ങിയത്, അങ്ങനെയുള്ള ഈ ധാന്യങ്ങളൊക്കെ പുഴുങ്ങിയിട്ട് മിക്സ് ആക്കിയിട്ട് വയ്ക്കും. അങ്ങനത്തെയൊക്കെയുള്ള സ്നാക്സ് ആണ് കേട്ടോ. പിന്നെ ഈ ചിപ്സ്, കാവറുത്തത്, അങ്ങനത്തെയൊക്കെ ചിപ്സ് ഐറ്റംസ് ഇല്ലേ, അതൊക്കെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോഫി സൂപ്പറാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാപ്പി ആയാലും ചായ ആയാലും ഈ കരിപ്പെട്ടി ഇട്ടിട്ടില്ല, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇവർക്കും സ്നാക്സൊക്കെ ഇഷ്ടപ്പെട്ടു, പണിയാരമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഇറങ്ങുകയാണ്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും കയറി. ഷോപ്പിംഗ് ഇതുവരെ തീർന്നിട്ടില്ല. ഡ്രസ്സസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഷൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെയും ഇതിപ്പോൾ വൈകിട്ട് വരെ ഷോപ്പിംഗ് ആവും തോന്നണേ അല്ലടാ. ഒരു ട്രിപ്പ് പോകണതിൻ്റെ പേരിൽ രാവിലെ ഇറങ്ങിയതാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. കരിപ്പെട്ടി കാപ്പി അടിപൊളി. ഈ കരിപ്പെട്ടി ഇങ്ങനെ പാലിലിട്ട് ഇങ്ങനെ വറ്റിച്ചുണ്ടാക്കുന്ന കാരണം കേട്ടോ കോഫിക്ക് നല്ല ടേസ്റ്റ്. ബദാം മിൽക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്കുണ്ടാ, അമ്മ ഇപ്പൊ കോഫി കുടിച്ചല്ലേ, കുഴപ്പമില്ല. അമ്മാളും എന്തേ, അമ്മാള് കുറെ സ്നാക്സ് ഒക്കെ കഴിക്കണ്ടായിരുന്നല്ലോ. അമ്മാളും സ്പൈസി കൊഴുക്കട്ട, പണിയാരം എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഇവിടെ വന്നിട്ടാണ്, തമിഴ്നാട്ടിൽ വന്നിട്ടായി കുഴി പണിയാരം ഒക്കെ കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇവിടെ വന്ന് കഴിച്ചപ്പോഴാണ് ശരിക്കും ഈ പണിയാരത്തിന്റെ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ ഷോപ്പിംഗ് വ്ലോഗ് ഞാൻ ഇതോടെ നിർത്താണ് കേട്ടോ. പിന്നെ നമുക്ക് വരും വീഡിയോസിൽ നമ്മൾ ട്രിപ്പ് പോയ വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.